എനിക്കൊരു ചേച്ചി ഒരുപാട് വലിയ സീനിയർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം അല്ലേ? എനിക്ക് മെമ്മറിയിൽ നിൽക്കുന്നത് എം എസ് വിശ്വനാഥൻ സാറിൻ്റെ ഒരു 4 സ്റ്റേജ് പാടാൻ ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് അപ്പോൾ അദ്ദേഹം സ്റ്റേജിലുണ്ടാവും, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമായിട്ടുള്ള. അപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കും സ്റ്റേജിൽ. നമുക്ക് പക്ഷേ എന്തൊരു എനർജിയാണ് ഈ വയസ്സിലും ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മാവാണ് കേട്ടോ അദ്ദേഹം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ സോ ബ്രൈറ്റ് ആൻഡ് പോസിറ്റീവ്. നമ്മുടെയൊക്കെ അടുത്തും ഒരു നിങ്ങളൊക്കെ പുതിയ ജനറേഷൻ അങ്ങനത്തെ ഒരു ഇതുമില്ല. അദ്ദേഹത്തിന് അറിയാം നമ്മളീ വന്ന് നിൽക്കുന്നവരെല്ലാവരും പേടിച്ച് വിറച്ച് വായ തുറക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ്. അതായത് ഇപ്പൊ നിലവിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് എന്തെങ്കിലും നല്ല വർക്ക് ചെയ്ത പുള്ളി പേഴ്സണലി വിളിച്ച് അഭിനന്ദിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ റഹ്മാൻ സാറിന്റെ ഒരു ഇന്റർവ്യൂല് റഹ്മാൻ സാർ പറഞ്ഞിട്ടുണ്ട്, റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് കേട്ടിട്ട് MSV സാർ പേഴ്സണലി വിളിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഒരു വലിയൊരു മ്യൂസിഷ്യൻ്റെ ഏറ്റവും ആവശ്യമുള്ള ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് അതാണല്ലേ. ബാക്കിയുള്ള കയ്യിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പാടുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഭയങ്കര ടഫ് കോമ്പിനേഷൻസ് ആണ് നമുക്ക്. അപ്പോൾ ആ നിമിഷത്തിൻ്റെ പാടാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പാടിയിട്ടുണ്ട്. പിന്നെ വീണ പൂവേ, പിന്നെ അദ്ദേഹത്തിൻ്റെ വിഴിയെ കഥ എഴുത്, ഭാരതി കണ്ണമ്മ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാട്ടുകൾ. അപ്പം അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ഏതെങ്കിലും ഒരു സോങ് ചേച്ചിക്ക് മനസ്സിലാവും? ഓ യെസ് പ്ലീസ്. വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുഭ്ര നക്ഷത്രമല്ലേ നീ, വീണപ്പൂവേ. MSV സാറിൻ്റെ മനോഹരമായിട്ടുള്ള കോമ്പോസിഷൻ അല്ലേ? ഇപ്പം എല്ലാവർക്കും ചേച്ചി അറിയാവുന്നത് ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ടാണ്. ചേച്ചി പ്ലേ ബാക്കിലും വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പം M ജയേന്ദ്രൻ സാറിൻ്റെ മഹാസമുദ്രം എന്നുള്ള ചിത്രത്തിന് വേണ്ടി ചേച്ചി ദാസ് സാർ പാടിയ വേർഷൻ്റെ ഫീമെയിൽ വേർഷനാണ് ചേച്ചി പാടിയേക്കണേ അല്ലേ? ഭയങ്കര രസമുള്ളൊരു നല്ലൊരു പാട്ടായിരുന്നു, നല്ലൊരു മെലഡിയാണ്. എങ്ങനെയായിരുന്നു ജയേന്ദ്രൻ സാറായിട്ടുള്ള റെക്കോർഡിങ് എക്സ്പീരിയൻസ്? പാട്ട് എനിക്ക് ദാസേട്ടൻ പാടിയ പാട്ട് എനിക്ക് തരുമായിരുന്നു പഠിക്കാൻ. പഠിച്ചിട്ട് സ്റ്റുഡിയോയിൽ വന്ന് കറക്റ്റ് കുട്ടൻചേട്ടൻ്റെ മുമ്പിൽ പാടുമ്പോൾ പേടിയുണ്ട്, സ്ട്രിക്റ്റ് ആണ്. പക്ഷേ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ദേഷ്യപ്പെടുകയൊന്നും ചെയ്തില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെ. ചെന്നൈയിലാണോ പാടിയത്? ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയത്തക്ക അങ്ങനത്തെ ഫ്രിക്ഷനൊന്നും ഉണ്ടായില്ല. ഭാഗ്യത്തിന് തരക്കേടിലാണ്ട് പോയി. സുശീലാമ്മയുടെയും ജാനകിയമ്മയുടെ ഒക്കെ പാട്ടുകൾ പാടി. അപ്പോൾ എന്തായാലും ഇന്ന് ഡ്യുവറ്റിൻ്റെ എപ്പിസോഡിൽ ചേച്ചിയുടെ ശബ്ദത്തിൽ തന്നെ പാടിയൊരു പാട്ട് കേൾക്കാനൊരു ആഗ്രഹം. അപ്പോൾ മഹാസമുദ്രത്തിലെ ഒരു നല്ലൊരു പാട്ട് നമുക്ക് തീർച്ചയായിട്ടും.
പാട്ട് ചേച്ചി. ശരിക്കും നല്ലൊരു ഭാഗ്യമാണ്. നല്ലൊരു മെലഡി. അധികം പാട്ടുകളൊന്നും പാടിയിട്ടില്ല ജോസ് ഞാൻ, എന്നാലും കിട്ടിയതൊക്കെ ഒരുവിധം മെലഡി സോങ്സ് ആണ്. ചേച്ചി പാടിയിട്ടുള്ള ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമുക്കിനി ഒരു എപ്പിസോഡും കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് തീർച്ചയായിട്ടും ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. അതും എൻ്റെ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ ഒരു പാട്ട് പാടാൻ പറ്റിയത്.